ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. പുട്ടും കടലയും പുട്ടും പായൊക്കെ അടിപൊളി ടേസ്റ്റ് അല്ലേ? നമുക്കൊരു പിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കാമല്ലോ. ടേസ്റ്റ് സംഭവം അടിപൊളിയാട്ടോ, ചെമ്മീൻ പുട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ വലുതായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം മസാല ഒന്നുമില്ല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതാ ഉള്ളി നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു വലിയ തക്കാളി ആയിട്ട് എടുത്തത് അതും കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എന്നിട്ട് ഇത് അടച്ച് വെക്കുക. തക്കാളിയും കൂടി നല്ല പോലെ ഒന്ന് കുക്കായി വരണം കേട്ടോ. ഇതൊക്കെ നല്ലോണം വാടിയാലല്ലേ നമ്മളെ ബിരിയാണി അടിപൊളിയായിരിക്കും. ബിരിയാണിയിൽ ഈ ഉള്ളി, തക്കാളി എല്ലാം നല്ലോണം വാടിയാലോ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് പുട്ട് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അത് ഈ വെള്ളം കൂടി പോകണ്ട, നമ്മൾ പുട്ട് എല്ലാവരും കുഴച്ചെടുക്കുന്നതായിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നനച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ പുട്ടുപൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാലയിലേക്ക് ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പൊടികളൊന്നും കൂടിപ്പോണ്ട കേട്ടോ. അപ്പോൾ ഭയങ്കര എരിവായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടികൾ കൂടിപ്പോയാലും ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ചിട്ടാൽ മതി. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ഈ പുട്ടില്ലേ, ഇറച്ചി വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടെല്ലാം ചെയ്യും കേട്ടോ. ചെമ്മീൻ വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ടുകുറ്റിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മസാലയും പുട്ടുപൊടിയും ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് കൂടിപ്പോണ്ട കേട്ടോ മസാല. എന്നിട്ട് ഇതൊന്ന് നിറച്ചെടുക്കുക. എത്രയാണ് അങ്ങനെയല്ല, ഒരു കുറ്റിയിൽ 2, 3 പോകും. ഞാനിപ്പോൾ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ചെറിയ കുറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇടുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയ്ക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.